ഒരു ഒരു ചെറിയൊരു ഒരു അവിടെ മനുഷ്യവാസം തന്നെ പാടുള്ള സ്ഥലമാണ്. മനുഷ്യ താമസിച്ചാൽ വരെ ഒഴുകി പോകാൻ ചാൻസ് ഉള്ള സ്ഥലത്ത്, അത്രയും റിസ്ക് ചെയ്യാനുള്ള സ്ഥലത്ത് അവിടെ ഈ പഞ്ചായത്തിന് വലിയ റോളുണ്ട്. ഈ കെട്ടിട നമ്പറൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചരിവുകളുണ്ടല്ലോ, ഒരു നിശ്ചയ ചരിവിൽ കൂടുതലുള്ള വസ്തുക്കളുള്ള സ്ഥലങ്ങളിലും ഈ വെള്ളം ഒഴുക്കുള്ള സ്ഥലത്തൊക്കെ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ പാടാണ്. പക്ഷേ ഇവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവിടെ എങ്ങനെ ഇത്രയും പ്രശ്നമുള്ള സ്ഥലത്ത് DDMA റെഡ് സോൺ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലത്ത് ഇത്രയും വീട് അധിനിവേശം നടന്നു, മനുഷ്യന്റെ വാസം തുടങ്ങി. അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2018 ഉത്തരാഖണ്ഡ് 2013 ഇത് വന്നപ്പോഴാണ്, ഈ സുനാമിയുടെ കാലത്താണ് DDMA ഓർഡർ വന്നെങ്കിലും ഉത്തരാഖണ്ഡ് 2013 സംഭവം നടന്നേ പിന്നെയാണ് ഈ ഇന്ത്യയിൽ ഇത്രത്തോളം ഈ വെള്ളപ്പൊക്കവും മറ്റേ ഈ മലയിടിച്ചിലുമായിട്ട് ഉരുൾപൊട്ടലിന്റെ വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യം വന്നത്. നമസ്കാരം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പുറത്ത്. ദുരന്തം മുൻകൂട്ടി തന്നെ പ്രവചിച്ചിരുന്നുവെന്ന് അക്കമിട്ട് നിരത്തുകയാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് കൗൺസിൽ പ്രസിഡന്റ് SJ സജീവ്. വയനാട് മലയും ചുരവും പിളർന്നു കീറി പണിയുന്ന തുരങ്കപാതയാണിത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഈ സർക്കാർ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതി പ്രകൃതിക്ക് മാരകമായ മരണം വിധിക്കുന്നതാണ് ഈ തുരങ്കമെന്ന് സജീവ് പറയുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയാണിത്. ഈ പദ്ധതിയാണ് അവർ 2 തവണത്തെ ഭരണത്തിലും നേട്ടമായി ഉയർത്തിക്കാട്ടിയത്. സർക്കാർ ഓരോ തവണയും ഇത്തരം നെറികെട്ട പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ബലിയാടാകുന്നത് സാധാരണക്കാരാണ്. കേശവേന്ദ്രകുമാർ സാർ അടക്കമുള്ളവർ ഇതിന്റെ ആപത്ത് തുറന്നു പറഞ്ഞിരുന്നതാണ് എന്നും സജീവ് വ്യക്തമാക്കുന്നു. പ്രകൃതി പലതും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ദുരന്തം വരുമ്പോൾ മാത്രമാണ് പലരും ഇതിൽ ഇടപെടുക. 1 മാസത്തിനുള്ളിൽ ദുരന്തമുണ്ടാകുമ്പോൾ പ്രവചിക്കുന്ന കാര്യങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുമെന്നും SJ സജീവ് പറയുന്നു. വയനാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഈ DDMA ആയിട്ട് ബന്ധപ്പെട്ട് മേപ്പാടിയുടെ അടുത്ത് ഒരു കോറി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോറിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതൊരു നല്ല സുപ്രധാനപ്പെട്ട കത്തായിരുന്നു അന്ന് കൊടുത്തത്. അതിന്റെ ബേസിൽ ചില കാര്യങ്ങൾ മറ്റേ അവിടെ ഒരു കോറി, പിന്നെ അത് പൂട്ടിക്കുന്നതിന്റെ ഒരു സാഹചര്യം ഒരുക്കാൻ ഞാൻ ഒരു സ്റ്റാൻഡിച്ചേട്ടുണ്ടല്ലോ, സ്റ്റാൻഡിച്ചേട്ടൻ ഞാൻ കൊണ്ടാണ് ചെയ്തായിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഈ അടുത്ത കാലങ്ങളിൽ അവിടെ സുഗന്ധഗിരി മരമുറി ഉണ്ടായിരുന്നല്ലോ, അതിന്റെ മെയിൻ കംപ്ലൈന്റ് നമ്മളായിരുന്നു. ഏത് മറ്റേ ഷജിന കരീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു വിഷയം മെയിനായിട്ട് അന്ന് ഈ DDMA ഈ ഓർഡറിന്റെ ഇതില് റെഡ് സോണിലാണ് മേപ്പാടി എന്ന്, അവിടെ ലാൻഡ് സ്ലിപ്പിംഗ് സ്ഥിരമായി നടക്കുന്ന സ്ഥലമാണെന്നും പുത്തുമല ഇവിടെ 5 കിലോമീറ്റർ എയിൽ വ്യൂവിലുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിയിലൂടെ ഈ തുരങ്കപാത വരണോണ്ട് നമുക്ക് അതിന്റെ കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിന്റെയും ബാക്കിൽ ഓടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതിന്റെ കംപ്ലൈന്റ് നമ്മൾ അതിൽ ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ എന്തായാലും ഇത് വന്നത് അതിനൊരു നിമിത്തമായി. പക്ഷെ നമ്മൾ തുരങ്കപാത വരണ്ടെന്നുള്ളതല്ല, ഇതൊക്കെ ശാസ്ത്രീയമായി ചെയ്യുന്ന ഒരു നാട്ടിലാണെങ്കിൽ ഇതൊന്നും നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം കൃത്യമായി നടത്തും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എന്ത് ചെയ്യുന്നാലും അതിൽ അഴിമതിയും കയറ്റുവാരനും എല്ലാം കഴിഞ്ഞ് വരപ്പോ ഇത് പൊളിഞ്ഞ് നമ്മളെ തലയിലോട്ട് വീഴുകയും ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, മേപ്പാടിയില് നേരത്തെ അവിടെ പാറമട പ്രവർത്തിച്ചത് വലിയ തോതിൽ അവിടെ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അതിന്റെ അങ്ങനെ അനധികൃതമായ പല മേഖലകളിലും ഇങ്ങനെ പാറമട കൊടുത്തത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലേ? അത് മാത്രമല്ല, DDMA ഓർഡറിൽ തന്നെ ഇതിന് പ്രകൃതിയാ തന്നെ ഇവിടെ ലാൻഡ് സ്ലിപ്പിംഗ് അമിതമായി ഉള്ള സ്ഥലമാണ്. ലാൻഡ് സ്ലിപ്പിംഗ് അത് ഒരു മറ്റേ ഇത് നമ്മൾ മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് മാത്രമല്ല, ഓരോ പ്രകൃതിക്ക് ഒരു ഇതുണ്ട്. അപ്പൊ ഈ വൈത്തിരി മുതൽ ഈ മുപ്പൈനാട് വരെയുള്ള പ്രദേശത്ത് ഭയങ്കരമായിട്ട് പ്രകൃതിയെ തന്നെ അത് DDMA പ്രത്യേകം അത് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ അതിന് ഈ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു തരത്തിലുള്ള ഖനനങ്ങളും പാടില്ല. മലപ്പുറം ഈ പ്രദേശങ്ങളിൽ ഒരു ചലനം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ മൊത്തം ബാധിക്കും, മലകൾ ഇടിയും. അല്ല, മല ഇടിയ എന്നുള്ളതല്ല, ഇവിടെ പാരിസ്ഥിതികമായി തന്നെ പരിസ്ഥിതി ലോല പ്രദേശം ആണെന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആണെന്നുള്ളത് കൃത്യമായി അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് DDMA. കാരണം സ്ലിപ്പിംഗ് ഒരു ചലനം ഉണ്ടായാൽ മതി അല്ലേ? ഒരു ചെറിയൊരു അവിടെ മനുഷ്യവാസം തന്നെ പാടുള്ള സ്ഥലമാണ്. മനുഷ്യ താമസിച്ചാൽ വരെ ഒഴുകി പോകാൻ ചാൻസ് ഉള്ള സ്ഥലത്ത്, അത്രയും റിസ്ക് ചെയ്യാനുള്ള സ്ഥലത്ത് അവിടെ ഈ പഞ്ചായത്തിന് വലിയ റോളുണ്ട്. ഈ കെട്ടിട നമ്പറൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചരിവുകളുണ്ടല്ലോ, ഒരു നിശ്ചയ ചരിവിൽ കൂടുതലുള്ള വസ്തുക്കളുള്ള സ്ഥലങ്ങളിലും ഈ വെള്ളം ഒഴുക്കുള്ള സ്ഥലത്തൊക്കെ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ പാടാണ്. പക്ഷെ ഇവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവിടെ എങ്ങനെ ഇത്രയും പ്രശ്നമുള്ള സ്ഥലത്ത് DDMA റെഡ് സോൺ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലത്ത് ഇത്രയും വീട് അധിനിവേശം നടന്നു, മനുഷ്യന്റെ വാസം തുടങ്ങി. അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2018 ഉത്തരാഖണ്ഡ് 2013 ഇത് വന്നപ്പോഴാണ്, ഈ സുനാമിയുടെ കാലത്താണ് DDMA ഓർഡർ വന്നെങ്കിലും ഉത്തരാഖണ്ഡ് 2013 സംഭവം നടന്നേ പിന്നെയാണ് ഈ ഇന്ത്യയിൽ ഇത്രത്തോളം
ഈ വെള്ളപ്പൊക്കവും മറ്റേ ഈ മലയിടിച്ചിലുമായിട്ട് ഉരുൾപൊട്ടലിന്റെയൊക്കെ വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യം വന്നത്. പക്ഷെ അതിനുശേഷം 2014 നമ്മള് അന്നത്തെ കേശവേന്ദ്രകുമാർ എന്ന് പറയുന്ന കളക്ടർ, ജില്ലാ കളക്ടർ കൃത്യമായ രീതിയിൽ ഒരു ജില്ലാ ഇതിൽ ഓർഡർ ഇറക്കി. അത് നമ്മൾ സ്റ്റാൻലി ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ കഥ മൊത്തം പറഞ്ഞുതരും. അപ്പൊ അതില് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിനുശേഷം പല കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു. ഈ തീരുമാനം എടുത്ത എല്ലാം അട്ടിമറിക്കപ്പെട്ടു. ലാസ്റ്റ് പുള്ളിക്കാരൻ അവിടെ ഇരുത്താതെ ആ പുള്ളിക്കാരനെ പറഞ്ഞും വിട്ടു, ട്രാൻസ്ഫർ എടുപ്പിച്ച് വിടുകയും ചെയ്തു. അപ്പം പുള്ളി അന്ന് പറഞ്ഞു, എന്നിട്ടും പുള്ളി എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോകുന്നതിന്റെ ലാസ്റ്റ് നിമിഷം അവസാനത്തെ 2-3 മണിക്കൂറുള്ള സമയത്തും പുള്ളി ഇതിന്റെ പേപ്പർ കറക്റ്റ് ആക്കി വെച്ചിട്ടാണ് പുള്ളി സർവീസിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവിടെ നിന്ന് വയനാട്. എന്നിട്ട് 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ പുള്ളിക്കുടെ ആ എക്സ്പീരിയൻസ് വീണ്ടും ഗവൺമെന്റ് പുള്ളിയെ വിളിച്ചു വരുത്തി അവിടെ തന്നെ നിർത്തുകയാണ് ചെയ്ത ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയേ. കാരണം പുള്ളിക്ക് അത്രയും തറവായിരുന്നു. അപ്പം ഇപ്പോഴാണ് ഈ കേശവേന്ദ്രകുമാർ സാറിനെയാണ് നമ്മൾ മറ്റേ പാലക്കാട് കരിയോയിൽ ഒഴിച്ച് വിവാദമായത്. സാറിന് അന്ന് നാട്ടുകാരെല്ലാം ചെയ്തത്. പക്ഷെ പുള്ളിയാണ് സത്യം ഒരു വയനാടിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട അത് 2019 അത് ഏകദേശം ശരിവെച്ച് മറ്റേ ഗീത എന്ന് പറയുന്ന IAS അത് ശരിയാക്കി വെക്കുകയും ചെയ്തു. ആ ഓർഡർ ഇറക്കുകയും ചെയ്തു. അതിന്റെ കോപ്പി ഞാൻ അയച്ചിട്ടുണ്ട്, സാറിന്റെ നോക്കിയാൽ മതി. അതായത് താങ്കൾ എന്തായാലും ഇത് മുൻകൂട്ടി പരാതിയായി ഗവൺമെന്റ് കൊടുത്തിരുന്നു ഇവിടെ പാറമട പ്രവർത്തിക്കാം? അല്ല, അങ്ങനെ പറഞ്ഞാൽ തെറ്റിപ്പോകും. എന്നിട്ട് ഞാൻ അനാവശ്യ ക്ലെയിം ചെയ്യുന്ന പോലെ ആവില്ല. ഞാൻ അവിടെ ഒരു കോറിക്ക് ബേസ് ചെയ്ത് ഞാൻ കൊടുത്തതിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് മേപ്പാടി പ്രദേശത്ത്.